ഹലോ ഗൈസ് ഡെലിവറി കഴിഞ്ഞ് തേർഡ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ ഒരുമാതിരി ചീർത്തിരിക്കുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഉറക്കമൊന്നും ശരിയാവാതെ കണ്ണൊന്നും തുറക്കുന്നുണ്ടായില്ല. മോർണിംഗ് തന്നെ വന്ന് അവർ ക്യാനുലയൊക്കെ ഊരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ നിന്ന് എന്തായാലും ഡിസ്ചാർജ് ആണല്ലോ. ഞാൻ അതിൻ്റെ തലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊരി തരുമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഡിസ്ചാർജിന് അന്ന് ആവട്ടെ എന്നവർ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മോർണിംഗ് എഴുന്നേറ്റ് കണ്ണൊന്നും തുറക്കുന്നില്ല. തലയ്ക്കൊക്കെ ഇങ്ങനെ എന്തോ ഒരു വേദനയൊക്കെ ഭാരമൊക്കെ പോലെയായിട്ട് ഇരിക്കുന്നുണ്ടായിട്ടോ. അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് റൂമിൽ വന്ന് ഇങ്ങനെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് റൂമിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മച്ചി പോയിട്ട് പൊറോട്ടയും ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് ഗ്ലാസ്സൊക്കെ എടുത്ത് കഴുകി വരുന്നതാണ്. ഇന്ന് കുഞ്ഞിനെ നെയിം വിളിക്കാനുള്ള ദിവസമാണ് കേട്ടോ. ഫ്രൈഡേ ആണ് നെയിം വിളിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നലെ നെയിമൊക്കെ ഓൾറെഡി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കുട്ടീനെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൈഡേ ആണ് നമ്മൾ നോർമലി പേര് വിളിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് കുഞ്ഞിനെയും കൂടി ഒന്ന് തുടപ്പിച്ച് എടുത്തിട്ട് പേര് വിളിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിന് നഖമൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് റിസൾട്ടൊക്കെ കിട്ടി സമ്മറിയൊക്കെ റെഡി ആയതിനു ശേഷം വാപ്പിച്ചി കുട്ടികളെ കൊണ്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉറങ്ങാത്തതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ഭാരമൊക്കെ പോലെയോ അല്ലെങ്കിൽ ഒരു ഹെഡ് ഒരു കൺട്രോളിൽ നിൽക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെയും എൻ്റെയും ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. അതല്ലാതെ ഒന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മെറ്റേണിറ്റി കൗൺസിലർ, അതല്ലാതെ ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ എല്ലാവരും കൂടി റൂമിൽ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണേ.